നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പറവൂരിൽ നടി റിനി ആൻ ജോർജിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നു. റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്തത് പാർട്ടി നേതാവ് KJ ഷൈൻ രംഗത്തു വന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ റിനിയെ മത്സരിപ്പിക്കാനാണ് ആലോചന. ഇതിനൊപ്പം പാലക്കാടേക്കും പരിഗണിച്ചേക്കും. എന്നാൽ റിനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്നത് ഉറപ്പില്ല. ഇക്കാര്യത്തിൽ നടിയുടെ നിലപാട് നിർണായകമാകും. എന്തായാലും CPMനോട് റിനിയെ ചേർത്ത് നിർത്താനാണ് തീരുമാനം. സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതെന്നും KJ ഷൈൻ വിമർശിച്ചിരുന്നു. ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച പറവൂരിൽ CPM സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് ഉപയോഗിച്ച് പോലും വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചരണം നടത്തിയെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ KK ശൈലജയടക്കമുള്ളവർ പറഞ്ഞു. വടകരയിൽ KK ശൈലജയെ തോൽപ്പിച്ചത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഗോഡ് ഫാദർ കൂടിയാണ് ഷാഫി എന്ന വിശദീകരണവും വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത്. എന്നാൽ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്നുമില്ല. നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിനി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത്. ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നലെയും ആരെയും വിമർശിക്കാൻ റിനി തയ്യാറായിട്ടുമില്ല. അപ്പോഴും CPM വേദിയിൽ റിനി എത്തിയത് ശ്രദ്ധേയമായിരിക്കുകയാണ്. പെൺകരുത്ത് എന്ന പേരിൽ CPIM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് KJ ഷൈൻ റിനിയോട് അഭ്യർത്ഥിച്ചിരുന്നു. പെൺ പ്രതിരോധം എന്ന പേരിലായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ CPM പരിപാടി സംഘടിപ്പിച്ചത്. വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായിരിക്കെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിന് ഇരയായ KJ ശൈലജ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇത് വെച്ച് അവൻ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്, റിനി വേദിയിൽ പറഞ്ഞു. സ്ത്രീകളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും റിനി തൽക്കാലം തലയിൽ ചുമക്കേണ്ടതില്ല എന്നുള്ള കമന്റ് ഇതിനെതിരെ നിരവധിയായി വരുന്നുമുണ്ട്. അടുത്തിടെ KJ ഷൈനിന് നേരെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിന് അപകീർത്തി പ്രചരണവും നടന്നിരുന്നു. പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. റിനിയെ പോലെയുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്ന് താൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് ഷൈനിന്റെ പ്രസ്താവന. എന്തായാലും റിനി CPMലേക്ക് ചേരുമോ ഇല്ലയോ, AKG സെന്ററിന്റെ പടിചവിട്ടി അകത്തേക്ക് കയറുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.